ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഞായറാഴ്ച ദിവസത്തിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുമ്പോൾ വാർത്തകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ ഇന്ന് രാവിലെ പങ്കുവെക്കും, ഒപ്പം മറ്റു പല കാഴ്ചകളും. അപ്പോൾ നല്ലൊരു ഞായറാഴ്ച ദിവസം, നല്ലൊരു അവധി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അത് നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ പ്രോട്ടേം സ്പീക്കർ സഹായിക്കാനുള്ള സമിതിയിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയേക്കും എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറായി നിയമിക്കാത്തതിലാണ് ഈ പ്രതിഷേധം. നാളെയും മറ്റന്നാളുമായി എംപിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി രാകേഷ് ആയിരുന്നു. രാകേഷ്, വലിയ ചർച്ചയായിരുന്നു കൊടിക്കുന്നിലിന് പകരം കൊടിക്കുന്നിലിനെ ഉൾപ്പെടുത്താത്തതിൽ. അപ്പോൾ ഇന്ത്യ സഖ്യം ആ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണോ വിട്ടുനിൽക്കൽ? എൽദോ, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും, പിന്നീട് കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും, അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനായാണ് ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറെ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ സഭയിലെ ഏറ്റവും സീനിയറായ രണ്ട് നേതാക്കൾ, ഒന്ന് മധ്യപ്രദേശിൽ നിന്നുള്ള വീരേന്ദ്രകുമാറും, രണ്ട് കൊടിക്കുന്നിൽ സുരേഷുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ കേന്ദ്രമന്ത്രിയാണ് നിലവിൽ. സ്വാഭാവികമായും പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹം 8 തവണ MP ആയിട്ടുണ്ട്. 4 തവണ മാവേലിക്കരയിൽ നിന്നും, അതിനു മുമ്പ് അടൂരിൽ നിന്ന് 4 തവണയും MP ആയിട്ടുണ്ട്. പക്ഷേ സർക്കാർ നിയമിച്ചിട്ടുള്ളത് നിലവിൽ ഒഡീഷയിൽ നിന്നുള്ള MP ആയ BJP അംഗം ഭർത്തൃഹരി മഹ്താബിനെയാണ്. ഭർത്തൃഹരി മഹ്താബ് 7 തവണയാണ് ലോക്സഭാംഗമായിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു. കേരളത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം, കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ MP ആയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിന് തുടർച്ച ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 2 തവണ പരാജയപ്പെട്ടു. അതായത് 98-ലും 2004-ലും പരാജയപ്പെട്ടു എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പകരം ഭർത്തൃഹരി മഹ്താബിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1998 മുതൽ തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു വരുന്നു. 7 തവണ തുടർച്ചയായി വിജയിച്ചു വന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചെന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ഇന്ത്യ സഖ്യം ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്ന പാനലിലെ അംഗമായി കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നിയമിച്ചിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ മാത്രമല്ല, DMK അംഗം TR ബാലു, അദ്ദേഹം മുതിർന്ന അംഗമാണ്, അദ്ദേഹത്തെ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാക്കിയിരുന്നു. പക്ഷേ അതിൽ ചേരേണ്ടതില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ നേതാക്കളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്, ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രതിഷേധം അറിയിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഏതായാലും കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നാളെ സമ്മേളനം ചേരുമ്പോൾ അതിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഏതായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൽദോ, ഓക്കെ, എന്താണെങ്കിലും ലോക്സഭാ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് രാകേഷ് പങ്കുവച്ചത്. മറ്റൊരു വാർത്ത കൂടി രാകേഷ് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നത് മറ്റൊന്നുമല്ല, നീറ്റ് PG പരീക്ഷയും റദ്ദാക്കിയതോടെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി. പരീക്ഷ റദ്ദാക്കിയതിൻ്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ABVP രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് SFI ആവശ്യപ്പെട്ടു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. രാകേഷ് ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, ഈ പരീക്ഷകളിലെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു വലിയ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കൽ നടപടിയായി ഡയറക്ടർ ജനറലെ മാറ്റി, ഒപ്പം ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ അപ്പോഴും ഇന്ന് നടക്കേണ്ട പരീക്ഷ മാറ്റിവെച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ തുടരുകയാണ്. എന്താണ് ഇതിന് കേന്ദ്ര സർക്കാർ എടുക്കുന്ന അടുത്ത നടപടി? സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തുടർച്ചയായി ഇപ്പോൾ പരീക്ഷകൾ മാറ്റിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ആദ്യം നെറ്റ് പരീക്ഷ റദ്ദാക്കി, അതിനുശേഷം ഇന്നലെ CSIR നെറ്റ് പരീക്ഷ റദ്ദാക്കി, ഇപ്പോൾ PG പരീക്ഷ കൂടി റദ്ദാക്കിയിരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരമൊരു അറിയിപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം സർക്കാരിൻ്റെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ എന്താണ് ഈ പരീക്ഷ മാറ്റിവെക്കാനുണ്ടായ കാരണം എന്ന് മന്ത്രാലയം വിശദീകരിക്കുകയും ചെയ്തിരുന്നില്ല. മന്ത്രാലയം വ്യക്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കുന്നു എന്ന വിശദീകരണം മാത്രമാണ് നൽകിയിരിക്കുന്നത്. പുതിയ തീയതികൾ പിന്നീട് അറിയിക്കാം, നീറ്റ് PG പരീക്ഷ എന്നാണ് എന്ന കാര്യത്തിൽ പിന്നീട് അറിയിക്കാം തീയതി എന്നുകൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ
വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, ഡൽഹിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഡൽഹിയിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ABVP, അതായത് സർക്കാരിൻ്റെ കൂടി ഭാഗമായ BJPയുടെ കൂടി വിദ്യാർത്ഥി സംഘടനയായി വരുന്ന ABVP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സർക്കാർ അനുകൂല വിദ്യാർത്ഥി സംഘടനയായ ABVP കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പരീക്ഷ മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താണ്, യഥാർത്ഥ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു ആവശ്യമാണ് ABVP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടിരിക്കുന്നത്. കാരണം വലിയ സമ്മർദ്ദം ഈ വിഷയത്തിലുണ്ട്. ഒപ്പം SFI ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം SFI ഇതിനോട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം വിവിധ സെൻറ്ററുകളിലായാണ് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായി വിവിധ ഇടങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകും. സ്വാഭാവികമായി അവർക്ക് യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവസാന നിമിഷം പരീക്ഷ റദ്ദാക്കുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകണം. ഒപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ വിവിധ മെഡിക്കൽ സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലെ കേന്ദ്ര സർക്കാർ നടപടിയെയാണ് മെഡിക്കൽ സംഘടനകളും ചോദ്യം ചെയ്യുന്നത്. ഏതായാലും സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം വരാനിരിക്കുന്നു, നാളെ മുതൽ ആരംഭിക്കാനിരിക്കുമ്പോൾ ഈ വിഷയം രാകേഷ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, ഈ നീറ്റ്, ഈ പരീക്ഷാ പ്രശ്നങ്ങളിലെ ക്രമക്കേടുകൾ അത് പാർലമെന്റിൽ ഉത്തരം പറയിപ്പിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരുപക്ഷെ പ്രതിപക്ഷവും അത് ആദ്യമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയമായി കൈകാര്യം ചെയ്യുന്നത് ഈ പരീക്ഷാ ക്രമക്കേടായിരിക്കില്ലേ? അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗം തീർക്കേണ്ട സാഹചര്യം സർക്കാരിനുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ മറുപടി പറയേണ്ടി വരും. കാരണം സ്വാഭാവികമായും ഈ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. ഏതായാലും നാളെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. നാളെയും മറ്റന്നാളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ആദ്യ 2 ദിവസങ്ങളിൽ ഇത്തരം ബഹളത്തിലേക്ക് അല്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയില്ല. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സ്വാഭാവികമായും നടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഈ വിഷയം സഭയെ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തെ തീരുമാനം. പക്ഷേ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം അത് സർക്കാർ എങ്ങനെ വഴങ്ങും എന്നതാണ് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനെ വ്യാപം നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശത്തിലേക്ക് ഇതിനോട് തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം 2015 മധ്യപ്രദേശിലുണ്ടായ വ്യാപം നിയമന അഴിമതിയോടാണ് അദ്ദേഹം ഇതിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് റാക്കറ്റ് ഇതിനു പിന്നിൽ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുകയും ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ചയാവുന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, കൂടുതൽ പരീക്ഷകൾ ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. ഇന്നലെ CSR പരീക്ഷയുടെ ചോദ്യപേപ്പർ റദ്ദാക്കിയത് ചോദ്യപേപ്പർ ചോർന്നു എന്ന സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും അത്തരം ചില സൂചനകൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷകളൊക്കെ തന്നെ റദ്ദാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഇന്ന് പുനഃപരീക്ഷ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ അനർഹമായി ഗ്രേസ് മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1563 വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷ ഏതായാലും ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. എൽദോ റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. നടലും പരീക്ഷാ ക്രമക്കേടിൽ അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരുപാട് പേർ ഈ പരീക്ഷാ ക്രമക്കേടിനെ സംബന്ധിച്ചുള്ള ഈ വലിയ വിവാദങ്ങളിൽപ്പെട്ട് ഉലയുന്നൊരു സാഹചര്യമാണ്. നടലും അതിലൊരു സത്വര നടപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത് അനിവാര്യമാണ് താനും. അപ്പോൾ എന്നാലും പുതിയ ഡോക്ടർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഒരു സമാപ്തി അത് ഏറ്റവും സുഖകരമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റു വാർത്തയിലേക്ക് പോയാൽ OR കേളു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മാനന്തവാടി MLA ആണ് OR കേളു. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള LDFൻ്റെ ആദ്യ മന്ത്രി ഇന്ന് അധികാരം ഏറ്റെടുക്കുകയാണല്ലോ. വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ്. വിപുലമായിട്ടുള്ള ഒരു ചടങ്ങാണോ അതോ വളരെ ചുരുക്കം ആളുകൾ മാത്രമുള്ളതാണോ?
OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിയായി മാനന്തവാടി എം എൽ എ ആയിട്ടുള്ള OR കേളു കെ രാധാകൃഷ്ണന് പകരക്കാരനായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ലഭിക്കുകയായിരുന്നു. മാനന്തവാടി എം എൽ എ ആയിട്ടുള്ള OR കേളു ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും വിനോദ് ചേരുന്നുണ്ട് വീണ്ടും. വിനോദ്, ഞാൻ ചോദിച്ചത് ആദ്യം വ്യക്തമായില്ലാന്ന് തോന്നുന്നു. എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒരു വിശദമായിട്ടുള്ള പദ്ധതിയുണ്ടോ? ഞാൻ വിനോദിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ OR കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള UDF തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് സൂചന. ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി കേളുവിനെ പേരിന് മാത്രം മന്ത്രിയാക്കി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ പിന്നാക്ക വിഭാഗത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്ന സന്ദേശം നൽകാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. സാധാരണയായി സർക്കാർ പരിപാടികളിൽ നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി വിട്ടുനിൽക്കാറുള്ള പ്രതിപക്ഷം OR കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയതിലൂടെ കൃത്യമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടെ ദേവസ്വം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ OR കേളുവിന് നിഷേധിച്ചത് അത് കൃത്യമായ അവഗണനയായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. പേരിന് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് OR കേളുവിന് നൽകിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം ദളിത് വിവാഹങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് എന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന ഒരു ധാരണ അത് സാധാരണക്കാർക്കിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലൂടെ കഴിയും എന്ന ഒരു വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് OR കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും. എന്തായാലും ഈ ദേവസ്വം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ OR കേളുവിന് നൽകാത്തതിനെതിരെ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ നീക്കം അത് എങ്ങനെയാകുമെന്ന് കാത്തിരിക്കുക. എന്നാലും OR കേളു എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ നടക്കുക. കെ രാധാകൃഷ്ണന് പകരം OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആദ്യത്തെ LDF സർക്കാരിലെ ആദ്യത്തെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് OR കേളു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടെ ഒരുപാട് വിവാദങ്ങളും ഈ OR കേളുവിന് നൽകിയ വകുപ്പുകൾ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. അതിനെയൊക്കെ തൽക്കാലം തൃണൽഗണിക്കുകയാണ് CPM-ഉം ഒപ്പം നിയുക്ത മന്ത്രിയും. മാനന്തവാടി MLA OR കേളു ഇന്നങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വയനാടിന് ഒരു മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുന്നു. എന്താണ് നമുക്ക് VV വിനോദൻ്റെ വിവരങ്ങൾ നൽകും. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം മടങ്ങിയെത്താം. ഉണ്ടാവുന്ന പ്രതിസന്ധികൾക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് വൈബ്സിലേക്ക്. OR കേളു എന്ന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് 4 മണിക്ക് നടക്കും. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വയനാട്ടിൽ നിന്നുള്ള CPM നേതാവ്, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന പ്രത്യേകതയുണ്ട്. കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ ആ സ്ഥാനത്തേക്കാണ് OR കേളു എത്തുന്നത്. അതേസമയം ഗോത്ര വർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും ഇതിനകം തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. OR കേളുവിന് വകുപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. ദേവസ്വം ഉൾപ്പെടെ ദേവസ്വം ബോർഡ് എങ്കിലും OR കേളുവിന് നൽകേണ്ടതായിരുന്നു എന്ന കാര്യമാണ് ഈ സംഘടനാ നേതാവ് ഗീതാനന്ദന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നേരത്തെ രാധാകൃഷ്ണന് ആ വകുപ്പുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കേളുവിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്ന ചോദ്യമാണ്
പ്രധാനമായും മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ നേരത്തെ പി.കെ. ജയലക്ഷ്മി വയനാട്ടിൽ നിന്ന് ഈ തരത്തിൽ മന്ത്രിയായി UDF സർക്കാരിൽ എത്തിയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ജയലക്ഷ്മി മന്ത്രിയാക്കുന്നത്. അതിനുശേഷം OR കേളു എത്തുന്നു. പ്രത്യേകിച്ച് CPM നേതാവാണ് അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് അംഗമായും ഒക്കെയും പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ദീർഘകാലമായി CPM നേതാവാണ്. CPMന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വകുപ്പുകൾ അതിലൊരു ചിന്തനം നടത്തണമെന്ന ആവശ്യമാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത്. CPM തെറ്റുതിരുത്തൽ നയം അതിപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയമുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ അതിൽ വിവേചനം പാടില്ല എന്നൊരു കാര്യം പറയുന്നു. നേരത്തെ തന്നെ CPM നേതൃയോഗത്തിലേക്ക് OR കേളു എത്തുകയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ തേടുകയും ചെയ്തിരുന്നു. ആത്മാർത്ഥമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്കുള്ള ഫണ്ട് അതെല്ലാം തന്നെ അതിന്റെ വിതരണമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് OR കേളു പറഞ്ഞു. നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്കുള്ള ഫണ്ട് അത് തിരിമറി നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇത് പലയിടങ്ങളിലായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതലായി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയും ചെയ്തു. ഏതായിരുന്നാലും അദ്ദേഹത്തിന് ഈ വകുപ്പുകൾ നൽകിയപ്പോൾ 2 മന്ത്രിമാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ, അതായത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന 2 വകുപ്പുകൾ മറ്റ് 2 മന്ത്രിമാർക്ക് നൽകിക്കൊണ്ട് ഒരു വകുപ്പ് മാത്രം നൽകിയതിനെതിരെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എൽദോ, ഓക്കെ, എന്താണെങ്കിലും വകുപ്പുകൾ സംബന്ധിച്ചുള്ളൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം വിനോദ്, നേരത്തെ ഇപ്പോൾ ഡാൻ്റെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ പ്രതിപക്ഷം ഈ OR കേളുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് ഒരു രാഷ്ട്രീയ കൗതുകമായി തന്നെയും ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി വിശദീകരിക്കാമോ? പ്രത്യേകിച്ചും LDFന്റെ പട്ടികവർഗ വിഭാഗത്തിലുള്ള മന്ത്രിയാണ്, നമ്മളും ആ വിഭാഗത്തിനൊപ്പമാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട്. പ്രതിപക്ഷം സഹകരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാജ്ഭവനിലാണ് കൂടുതൽ പ്രത്യേകത. ഈ ഗവർണർ മുഖ്യമന്ത്രി തർക്കങ്ങൾ അത് പലപ്പോഴും തലപൊക്കുകയും പിന്നീട് ചില സമവായത്തിലേക്ക് പോവുകയും ഒക്കെയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഏതായിരുന്നാലും രാജ്ഭവനിൽ വെച്ചിട്ടാണ് ഈ സത്യപ്രതിജ്ഞ. വൈകിട്ട് 4 മണിക്കാണ് ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പ്രതിപക്ഷം സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വകുപ്പുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന എല്ലാ വകുപ്പുകളും നൽകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം വകുപ്പ് നൽകണമെന്ന ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാൾ മന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ദേവസ്വം വകുപ്പ് നൽകാതിരുന്നത്? അത് ഒരു വിവേചനമാണ്. വരേണ്യ വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഗോത്രവർഗത്തിൽ നിന്നൊരാൾ മന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന വകുപ്പുകൾ, പ്രത്യേകിച്ച് ദേവസ്വം വകുപ്പ്, ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകേണ്ടതായിരുന്നു. അതിൽ മാറ്റമുണ്ടാകും. ഇപ്പോഴത്തെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകും. അത് മാറ്റി ചിന്തിച്ച് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് നൽകുമെന്ന് കരുതുന്നതായും ഈ വിമർശനം ഉന്നയിക്കുന്ന കേന്ദ്രങ്ങൾ അങ്ങനെ ഒരു കാര്യമാണ് വിശദീകരിക്കുന്നത്. എന്തോ ഓക്കെ, എന്തായാലും തുടരുക വിനോദ്. മറ്റ് ചില വാർത്തകളിൽ നിന്നും വിവരങ്ങൾ വിനോദിൽ നിന്ന് തേടേണ്ടത്. അതുകൊണ്ടാണ് തൊട്ടാൽ പൊള്ളുന്ന ഈ വിലക്കയറ്റത്തിൻ്റെ കാലത്ത് വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വറുതിയും ഭക്ഷ്യവകുപ്പിൻ്റെ നിസ്സംഗതയുമാണ്. ഇന്നലെയും ഭക്ഷ്യമന്ത്രി പറയുന്നു ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോവുകയാണ്. മന്ത്രിയാണോ അതോ മാധ്യമങ്ങളാണോ കള്ളം പറയുന്നതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. സപ്ലൈകോയുടെ 50ാം വാർഷികമാണ് വരാൻ പോകുന്നത്. ഈ സമയത്തുകൂടി എത്രത്തോളം സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി GR അനിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ചില ഐറ്റംസ് മാത്രമാണ് സപ്ലൈകോയിൽ ലഭ്യമാകാതിരുന്നിട്ടുള്ളത്. അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച പ്രതിപക്ഷത്തിന്റെ ആ വിമർശനത്തിൽ വീണുപോയതിന്റെ ഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇതൊന്നുമില്ല എന്ന പ്രചരണമാണ്. അപ്പോൾ അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന വ്യഗ്രതയാണ് പിന്നെ നമുക്കുണ്ടായത്. മാധ്യമങ്ങൾ പറയുന്നത് കള്ളത്തരമാണോ അതോ മന്ത്രി പറയുന്നതാണോ കള്ളമെന്ന് നമുക്ക് അവിടെ ചെന്ന് തന്നെ പരിശോധിക്കാം. എന്തായാലും അത് നോക്കിയിട്ട് വരാം.
എന്തായാലും പരിശോധനയ്ക്കൊക്കെയായി നമ്മൾ ഇവിടേക്ക് എത്തിയെങ്കിൽ പോലും തന്നെ അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്തായാലും മന്ത്രി പറഞ്ഞ പോലെ തന്നെ 4 ഐറ്റംസ് മാത്രമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ആളുകൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കില്ല. എല്ലാ സാധനവും കിട്ടിയോ? ഇല്ല. എന്തൊക്കെയാ കിട്ടാനുള്ളത്? മല്ലി കിട്ടിയില്ല, പഞ്ചസാര കിട്ടിയില്ല. ഇപ്പൊ പഞ്ചസാര എങ്ങനെ നമുക്ക് പ്രയാസം ഉണ്ടാക്കിയത്? പഞ്ചസാര ലോബിയും അതിന്റെ കമ്പനികളും എല്ലാം വടക്കേ ഇന്ത്യയിലല്ലേ. നമുക്കത് വാങ്ങിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ കഴിയും? കടുക്, ഉലുവ അങ്ങനെയൊന്നുമില്ല. എന്താ പറഞ്ഞ ഒരു കാര്യം? കാര്യം അത് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. മല്ലിയൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇല്ലായിരുന്നു. 13 ഇനങ്ങളാണ് സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡിയായി ലഭിക്കുക. ഇവിടെ 8 ഇനങ്ങൾ മാത്രമാണ് ലഭ്യം. പഞ്ചസാര, മുളക്, മല്ലി, കടല, തൂരപ്പരിപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഒന്നും തന്നെ ഇല്ല. 2 മാസത്തെ കടബാധ്യതയിൽ തന്നിരുന്ന സ്ഥാപനങ്ങൾ അഡ്വാൻസ് കൊടുത്താലേ തരുള്ളൂ. അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ തരുന്ന സ്ഥിതിയിലേക്ക് ഒരു ചിത്രം ഉണ്ടാക്കിയത് എങ്ങനെ? അതിന്റെ ഫലമായിട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെ സപ്ലൈകോയ്ക്ക് സാധനം സപ്ലൈ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചോദിക്കുന്ന സ്ഥിതിയെത്തി. എങ്കിലും വരുന്ന 2-3 ആഴ്ച കഴിയുമ്പോൾ പഞ്ചസാരയും സപ്ലൈകോ ഔട്ട്ലെറ്റിലെത്തും എന്നേ പറയാൻ കഴിയും. അതല്ലാതെ ഇതെല്ലാം ഇന്ന് നാളെ രാവിലെ എല്ലാ കടകളും സുഭിക്ഷമായി സാധനങ്ങളോടുകൂടി അങ്ങനെ ഒരു ആ രീതിയല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രി പറഞ്ഞ പോലെ 2 ആഴ്ചക്കകത്ത് തന്നെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാകുമെങ്കിൽ അത് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല, മാധ്യമങ്ങൾ കൃത്യമായ വാർത്തകളാണ് നൽകുന്നത്. അത് പെരുപ്പിച്ച് കാണിക്കുകയല്ല. അത് ഇല്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ തെറ്റ് പ്രചരിപ്പിക്കുന്നു എന്നുള്ള പരാമർശം മന്ത്രി നടത്തിയതിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് തെറ്റെന്ന് ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ കിരൺ ശ്യാമിനൊപ്പം MC മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൊക്കെ പോയാൽ അവസ്ഥ ഇതാണ്. എന്തായാലും ഇതിനൊക്കെ ഇത്തരത്തിൽ ന്യായീകരണം പറയുക, അത് മാധ്യമങ്ങൾക്ക് മേൽ പഴിച്ചു വരട്ടൊന്നും കാര്യമില്ല. എന്നാലും ഇനിയും മാറ്റങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഇനി മഴ ഉണ്ട് സംസ്ഥാനത്ത്, പക്ഷേ അത്ര തീവ്രമാകുമോ എന്നറിയില്ല. പക്ഷേ മുന്നറിയിപ്പ് തീവ്രമാകുമെന്നുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദ് വീണ്ടും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. വിനോദ്, തിരുവനന്തപുരത്ത് രാവിലെ മഴയില്ലാന്ന് തോന്നുന്നു, പക്ഷേ സംസ്ഥാനത്തുടനീളം മഴ സാധ്യത പറയുന്നു. എന്താണ് വിവരം? ഇന്നത്തെ മഴ മുന്നറിയിപ്പിൽ പ്രധാനമായും ഉള്ളത് ഇടുക്കി, എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലാണ് പ്രധാനമായും ഈ മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ അതിതീവ്ര മഴ 3 ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട്, അതോടൊപ്പം തന്നെ വയനാട്, കണ്ണൂർ ഈ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആ തരത്തിലുള്ള ഒരു മഴ മുന്നറിയിപ്പാണുള്ളത്. നേരത്തെ തന്നെ കാലവർഷം ശക്തിപ്പെടും, ജൂൺ 1 മുതൽ തന്നെ അതിശക്തമായ മഴയുണ്ടാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ജൂൺ ആദ്യവാരം ശക്തമായ മഴ അനുഭവപ്പെട്ടു. എന്നാൽ ഇടയ്ക്കൊന്ന് മഴ ശക്തി കുറഞ്ഞു. വീണ്ടും അത് 2-3 ദിവസത്തേക്ക് ശക്തമായ മഴ സംസ്ഥാനത്ത് പരക്കെ അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പാണുള്ളത്. വേനൽ മഴയിൽ കാര്യമായ വർധനയുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേനൽ മഴ കേരളത്തിൽ ലഭിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ സീസണിൽ 105% വരെ മഴ ലഭിക്കും എന്ന ഒരു കണക്കുകൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ശക്തമായ മഴ ഉണ്ടായെങ്കിലും പിന്നീട് മഴ ശക്തി കുറയുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ വീണ്ടും മഴ ശക്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മേഘവിസ്ഫോടനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ഈ കുന്നിൻ മുകളിലൊക്കെയും താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാണ്. റവന്യൂ വകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടക്കുന്നുമുണ്ട്. എൽദോ, എന്നാലും മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ മഴ മുന്നറിയിപ്പ് മുന്നിൽ കണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവധി ദിവസം പുറത്തേക്കൊക്കെ ഇറങ്ങാം. ഇനി
കൊച്ചിയിലേക്ക് പോവുകയാണ്. കുർബാന ഏകീകരണത്തിൽ പ്രതിസന്ധിയിലായി സിറോ മലബാർ സഭ. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും വ്യക്തമാക്കിയതോടെ ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടി. ജൂലൈ 3 മുതൽ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന സർക്കുലർ പിൻവലിക്കണമെന്നാണ് വിമതരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം തീരുമാനം വ്യക്തമാക്കിയിട്ടുമില്ല. ഡാനി പോൾ കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, പള്ളികൾ കുർബാനയൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഏകീകൃത കുർബാനയിലേക്ക് എത്തണം എന്നുള്ള ഔദ്യോഗിക നിർദ്ദേശമൊന്നും പാലിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള മട്ടിലേക്കാണല്ലോ പോകുന്നത്. എങ്ങനെയാണ് പരിഹരിക്കാനും കഴിയുക ഈ പ്രശ്നം? എൽദോ, ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സിനഡിനോ അല്ലെങ്കിൽ സിനഡിന് പുറത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിനെ എതിർക്കുന്നവർക്കോ ഇപ്പോഴും വ്യക്തമായൊരു ധാരണയില്ല എന്നത് തന്നെയാണ്. കാരണം ഓരോ തീരുമാനങ്ങൾ ഇറക്കുക, ആ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല, പല ഉപാധികൾ അതിന് വയ്ക്കുക, ആ ഉപാധികൾക്ക് മേൽ വീണ്ടും ചർച്ച നടത്തുക, അതിൽ പുതിയ തീരുമാനങ്ങൾ വരുമ്പോൾ വീണ്ടും അത് തിരുത്തലുകളുണ്ടാവുക. ഇപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിലെങ്ങനെയാണ് ആർക്ക് ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യം എന്നുമെന്ന പോലെ ബാക്കിയാവുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സിനഡിന് ശേഷം വന്നിരിക്കുന്ന സർക്കുലർ അത് പറയുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തീരുമാനങ്ങളെ എതിർക്കുന്ന വിവിധ ഭാഗം ചൂണ്ടിക്കാണിച്ചത് ജൂൺ 9 ഇറക്കിയ സർക്കുലറിൽ പറയുന്ന ഒരു നിബന്ധനകളും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതിൽ പിൻവലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വൈദികർക്കടക്കം നടപടികൾ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും പുതിയ സർക്കുലർ ഇത് പരാമർശിച്ചു പോകാതെ ആ സർക്കുലർ ഇപ്പോഴും സാധുതയുള്ളതാണ് എന്ന് പറയുന്നത് ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു ഭീഷണി, അത് ഒളിച്ചു കടത്തുകയാണ് പുതിയ സർക്കുലറിലൂടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിനെ എതിർക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സർക്കുലറിലെ അത്തരം വ്യവസ്ഥകൾ പിൻവലിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാന അത് ജനാഭിമുഖ കുർബാനയാക്കി മാറ്റുകയും ഒപ്പം തന്നെയും പിന്നീട് ഈ ഏകീകൃത കുർബാന ചൊല്ലേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം അങ്ങനെ ജനാഭിമുഖ കുർബാന ഔദ്യോഗിക കുർബാനയാക്കി മാറ്റിയതിനു ശേഷം അതിന്മേൽ പിന്നീട് ചർച്ചകളാകാമെന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഏകീകൃത കുർബാനയെ അർപ്പിക്കാത്ത വൈദികർക്കെതിരെയും മറ്റും നടപടികൾ ഉണ്ടാകുമെന്ന തീരുമാനം പിൻവലിക്കുകയും വേണം, എന്നിട്ടാകാം ചർച്ച എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് എത്ര കണ്ട് ഔദ്യോഗിക പക്ഷം സിനഡിൻ്റെ നേതൃത്വമെല്ലാം ഉൾക്കൊള്ളും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇനി ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ വത്തിക്കാൻ്റെ പ്രതിനിധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ള അദ്ദേഹം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് ചർച്ചകൾക്ക് വേണ്ടി എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആകെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മുഴുവൻ പ്രകടനവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം സംബന്ധിച്ച നിലവിലുണ്ട്. ജൂലൈ 3 ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം അതാണ് ഒരു ഡെഡ് ലൈനായി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ അതോ തുടർച്ചയായി ഇങ്ങനെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അടക്കം വൈദികർക്ക് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സഭ ഒരു പിളർപ്പിൻ്റെ വക്കിലാണ് എന്നതടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണോ സഭ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത നടന്നു പോകുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ ജൂലൈ 3 ആ ഒരു തീയതിക്ക് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആനുപാതികവുമായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഡാനി, ഒരു നിമിഷങ്ങൾ തുടരുക. ഈ കാക്കനാട് DLF ഫ്ലാറ്റിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. ഇന്നലെ 21 ഫ്ലാറ്റുകളിൽ നിന്നായി പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 496 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഡാനി പോൾ ഒരിക്കൽ കൂടി ചേരുക. ഡാനി, അങ്ങനെ ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്നു എന്നാണോ പറയേണ്ടത്? ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം അതിലൊരു ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണിത് പരിഹരിക്കപ്പെടുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ജലത്തിൽ അതിൽ
അപകടകരമായ രീതിയിൽ തന്നെ ഗൾഫോം ബാക്ടീരിയ അടക്കമുള്ളതിൻ്റെ സാന്നിധ്യം അടക്കം കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ പുറത്തേക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ അതിൽ ആരോഗ്യവകുപ്പിൻ്റെ അടക്കം നടപടികളിലേക്ക് ഉണ്ടാകുന്നതിനടക്കം കൃത്യമായൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അത് ഏറെ വൈകിയില്ല. വലിയ രീതിയിലുള്ളൊരു ഇടപെടലെല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനകളെല്ലാം തന്നെ പിന്നീട് കൃത്യമായി നടന്നു. ക്ലോറിനൈസേഷൻ അത്തരം കാര്യങ്ങളുടെ അളവടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് സ്ഥിതിഗതികൾ നിയന്ത്രണമാണ് എന്ന രീതിയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പുതുതായി ഒരാൾക്ക് മാത്രമാണ് രോഗബാധയുള്ളത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ മാത്രമാണ് ചികിത്സ തേടിയത് എന്ന് പറയുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെയും കർശനമായൊരു ഇടപെടലിലൂടെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സൂചനകളുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കൂട്ടത്തോടെ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി അത് പുറത്തു പറയാൻ ശ്രമിക്കുക. പുറത്ത് പറയാതെ ഇത് ഒളിച്ചു വയ്ക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ സർവേകളോട് അവരുടെ അന്വേഷണങ്ങളോട് സഹകരിക്കുക എന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. അല്ലായെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിലുള്ള രോഗബാധ പടരുന്നത് കണ്ടെത്തുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലടക്കം വളരെ അനിവാര്യമാണ് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം റൈറ്റ് ഓക്കെ. എന്തായാലും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, അവിടെ ഇടപെടലുണ്ടായി എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തായാലും അവിടെ ഇനിയും കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, അതിൻ്റെ മുൻകരുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഡാനിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്തേക്ക് പോയാൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവയ്ക്കുക. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിലെ തോൽവി അത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പം തന്നെ രാജ്യസഭ സീറ്റ് ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസവും ആശ്വാസവും ഉണ്ടല്ലോ കേരള കോൺഗ്രസിന്. എന്താണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രതീക്ഷിക്കേണ്ടത്? കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നു. വേറൊന്നുമല്ല, ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുമ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു ആഘാതം അത് ചർച്ചയാവും. പക്ഷെ ഒപ്പം തന്നെ ഈ LDFിൽ നിന്ന് ആശ്വാസകരമായിട്ടുള്ള രാജ്യസഭ MP സ്ഥാനം ലഭിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഉണ്ടാകില്ലേ? അപ്പോൾ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരിക? എൽദോ, ഈ രണ്ടാമത് പറഞ്ഞ വിഷയം തന്നെ ആയിരിക്കും ഒരു പരിധിവരെ കേരള കോൺഗ്രസ് എമ്മിലെ ഇന്നത്തെ വിലയിരുത്തലുകളുടെ ഒരു പ്രധാന കാരണം. അതായത് ഈ തോൽക്കുന്നത് ഇടത് വോട്ടുകൾ നഷ്ടപ്പെട്ടാണ് എന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ ആ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഫലം വന്ന ദിവസം തന്നെ പറഞ്ഞെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇടത് വോട്ടുകളെ കുറ്റപ്പെടുത്താൻ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പ്രത്യേകിച്ച് അവിടെ നിന്ന് സീറ്റ് അടക്കം ലഭിച്ച ഒരു സാഹചര്യത്തിൽ, വലിയ വിട്ടുവീഴ്ചയിൽ സീറ്റ് അടക്കം ലഭിച്ച ഒരു സാഹചര്യത്തിൽ പൊതുവെ ഇപ്പുറത്ത് ഈ സംസ്ഥാനത്തൊട്ടാകെ ഇടതുമുന്നണി അടക്കം നടത്തുന്ന പോലുള്ളൊരു വിലയിരുത്തലിലേക്ക് മാത്രം നടത്തി ഒന്ന് പേരിന് തെരഞ്ഞെടുപ്പ് വിലയിരുത്തണം എന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജോസ് കെ മാണിക്ക് ഇന്ന് സ്വീകരണവും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആധികാരികമായ വലിയ വിലയിരുത്തലിലേക്കൊന്നും കേരള കോൺഗ്രസ് എം ഇന്ന് കടക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല. എൽദോ, ശ്രീജിത്ത്, ഈ ഇടയ്ക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം അത് വലിയ തോതിൽ ഇങ്ങനെ ചർച്ചയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ രാജ്യസഭ, എനിക്ക് തോന്നുന്നു ശ്രീജിത്തിൻ്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോവാം. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ നടപടിക്കെതിരെ കാസർഗോഡ് പ്രതിഷേധം ശക്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിയ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാർട്ടിയെ വളർത്താനായി നടന്ന നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉള്ള പ്രകടനമായിരുന്നു പെരിയയിൽ നടന്നത്. KPCC നേതൃത്വത്തിന്റെ പുറത്താക്കൽ നടപടി അത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ശക്തമായ പൊട്ടിത്തെറികളുടെയും വിഭാഗീയതയുടെയും സൂചനകളാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം എന്നുള്ളതാണ് ശ്രദ്ധേയം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് KPCC ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി സ്വീകരിച്ചത്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്ക് പുറമെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ,
മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള പ്രമോദ് പെരിയ, ടി രാമകൃഷ്ണൻ എന്നിവരെയും പുറത്താക്കിയിരുന്നു. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയോടൊപ്പം സൽക്കാരത്തിൽ പങ്കെടുത്തു. സൽക്കാരത്തിന് പ്രതിക്ക് സൗകര്യം ഒരുക്കിക്കൊടുത്തു. പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യെ നവമാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തി എന്നിവയാണ് പുറത്താക്കുന്നതിന് കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത്. വെള്ളാപ്പള്ളിക്കും സഭകൾക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ BJPക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞത് ചിലരുടെ നിലപാട് മൂലമാണെന്നും ചെയ്തത് ശരിയായോ എന്ന് അവർ ഗൗരവപൂർവ്വം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ തൃശൂരിലെ ജയത്തിനായി BJP സ്വാധീനിച്ചു. ഈ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ചർച്ച നടത്തിയത് രഹസ്യമല്ല. ഇടതുമുന്നണിയോട് എന്തെങ്കിലും വിരോധം കൊണ്ടല്ല, സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അവർ അത്തരം നിലപാട് എടുത്തതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ഇന്നത്തെ യോഗത്തിൽ മുസ്ലിം ലീഗിനും മുഖ്യമന്ത്രി വിമർശനം ഉയർത്തി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറി. അതിനോട് കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDPIയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? BJPയും കോൺഗ്രസും കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനം ഗിമ്മിക്ക് കൊണ്ടല്ല, തൽക്കാലത്തെ 4 വോട്ടിനായിട്ടല്ല ഇടതുപക്ഷത്തിന്റെ വികസന പരിപാടികൾ. വികസനം തടസ്സപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ കേന്ദ്ര വിഹിതത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്തു. ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത അവസ്ഥ സൃഷ്ടിച്ചു. ഒറ്റ ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഇത് ചെയ്യുന്നത്. കോൺഗ്രസ് ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കുടിശ്ശിക തുല്യ ഗഡുക്കളായി ഓരോ മാസവും പെൻഷനൊപ്പം നൽകും. DA അനുവദിക്കുന്നതിൽ ഫലപ്രദമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷൻകാർക്കും അർഹമായ DA നൽകുമെന്ന് മുഖ്യമന്ത്രി. പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അതിലും അർഹതപ്പെട്ട DA നൽകുന്നതിലെ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ഒരുപാട് വിഷയങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരണം നടത്തിയിരുന്നു. അതിൽ മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ കണ്ടത് LDFനെതിരായിട്ടുള്ള ജനവികാരമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. കേന്ദ്രത്തിൽ LDF സർക്കാരിന്റെ ഗവൺമെന്റ് അല്ല വരാൻ പോകുന്നത് എന്ന ചിന്തയിലും ജനങ്ങൾ LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ UDFന്റെ വിജയം LDFനോടുള്ള വിരോധമല്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുവെ ഇത്തരത്തിലാണ് ഉണ്ടാകാറുള്ളതെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി. ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് LDF അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ആ ചിന്ത LDFനെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. LDFനെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് LDF പൊതുവെ കാണുന്നത്. TP കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ
പോലീസ് വിവരശേഖരണം തുടങ്ങിയിരുന്നതായി കെ രമ പറയുന്നു. ശിക്ഷ ഇളവ് ചെയ്യുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വന്നു കണ്ടിരുന്നു. ചന്ദ്രശേഖരന്റെ അയൽവാസികളെയും ബന്ധുക്കളെയും പോലീസ് കണ്ടു. പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട താൻ ഉന്നയിച്ച ചോദ്യത്തിന് 6 മാസമായിട്ടും മറുപടി നൽകിയിട്ടില്ല. നിയമസഭയിലാണ് ചോദ്യം ചോദിച്ചതെന്നും കെ രമ. പ്രൈം ഡിബേറ്റിലായിരുന്നു കെ രമയുടെ ഈ മറുപടി. അതെ, അന്വേഷണം ആരംഭിച്ചു. അത് അന്വേഷണത്തിലുള്ള ശ്രമമല്ല നടന്നത്. അന്വേഷണം ആരംഭിച്ചു. എന്നോട് അന്വേഷിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സ്ഥലത്തുള്ള ദിവസം വന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവരെ വിട്ടയച്ചാലുള്ള സ്ഥിതി എന്താണെന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ആക്കി പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും ചെറിയ നീക്കങ്ങളൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെയാണ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ തീരണം. എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഇതുപോലെയൊരു നീക്കത്തിലേക്ക് പോവുക, ഇതുപോലെയൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക? ഈ ലിസ്റ്റിൽ ഈ TP കേസിലെ കൊടും ക്രിമിനലുകളായ ആളുകളെ, ഇരട്ട ജീവപര്യന്തരം ശിക്ഷിച്ച ആളുകളെ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു ജയിൽ സൂപ്രണ്ടിന് സാധിക്കുക? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തീരുമാനിക്കണം. ഇന്നലെ പ്രൈം ഡിബേറ്റിലായിരുന്നു കെ രമയുടെ പ്രതികരണം. എന്നാലും വലിയ ചർച്ചയായതാണ് ഇന്നലെ ദിവസം ആ വാർത്ത. ഒരു പക്ഷേ സർക്കാർ വൃത്തങ്ങളും LDFും അതിൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എങ്കിൽ പോലും ഈ കെ രമ പ്രതിപക്ഷമൊക്കെ അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു. ഇനി ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. അത് കാര്യമായ പ്രതിഷേധം ഉയർത്തുന്നത് MSF ആണല്ലോ. അപ്പോൾ ഇന്നലെ വലിയ ഒരു പ്രതിഷേധം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസിൽ അത് പൂട്ടിയിട്ടുകൊണ്ട് സമരം നടത്തിയിരുന്നു. ആ സമരം നടത്തിയ MSF പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. 7 ദിവസത്തേക്കാണ് റിമാൻഡ്. സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, ജനറൽ സെക്രട്ടറി CK നജാഫ് ഉൾപ്പെടെ 12 പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സിൽവർ ലൈനിന് വേണ്ടി വീണ്ടും കേരളം തുനിയുകയാണ്. പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് ഡൽഹിയിൽ ചേർന്ന ധനമന്ത്രിമാരുടെ യോഗത്തിൽ KN ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹായവും വീണ്ടും ധനമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നുമാണ് ആവശ്യം. വരുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രിക്ക് കത്തയച്ചു. കടമെടുപ്പ് പരിധി GSDPയുടെ 3.5% ഉയർത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ മറ്റൊരാവശ്യം. ആർജവമുള്ള തൊഴിലാളി സംഘടനകൾ ഉള്ളിടത്തെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് മന്ത്രി GR അനിൽ. സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ 31ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. AIBE ദേശീയ ജനറൽ സെക്രട്ടറി CH വെങ്കിടാചലം, SBEA പ്രസിഡന്റ് സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി KS കൃഷ്ണ എന്നിവരും സംസാരിച്ചു. AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. NK പ്രേമചന്ദ്രൻ MP, PS സുബാൽ MLA എന്നിവരും ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. നാളെ മുതൽ മിൽമ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 25 മുതൽ അനിശ്ചിതകാല സമരം നടക്കും. ഇതോടനുബന്ധിച്ച് CITU, ATCU എന്നിവർ നോട്ടീസ് നൽകിയിരുന്നു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. 13 മാസം മുമ്പ് ശമ്പള പരിഷ്കരണം കരാർ അതുണ്ടായി എങ്കിൽ പോലും അത് നടപ്പാക്കുന്നില്ല. മിൽമ മാനേജ്മെന്റ് ഉദാസീനത കാണിക്കുന്നു. കരാറിന് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളതൊക്കെയാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം. ക്യാൻസർ ബാധിതനായ 19 വയസ്സുള്ള നിജിലിന് കൈത്താങ്ങുമായി പാലക്കാട്ടെ DYFI പ്രവർത്തകർ 1 മാസം കൊണ്ട് 50 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി സമാഹരിച്ചെടുത്തത്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന ക്യാൻസർ രോഗം ബാധിച്ച 19-കാരൻ നിജിലിന് വേണ്ടിയാണ് പാലക്കാട്ടെ DYFI പ്രവർത്തകർ ധനസമാഹരണം നടത്തിയത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 മാസം കൊണ്ട് 1/2 കോടി രൂപയാണ് സമാഹരിച്ചത്.
ഇതിനായി സ്ക്രാപ്പ് കളക്ഷൻ, ബിരിയാണി ചലഞ്ച്, പായസം ഫെസ്റ്റ്, ഹുണ്ടിക പിരിവ് തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തി. ജില്ലയിലെ ഓരോ യൂണിറ്റുകളും നിജിലിനു വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. 50 ലക്ഷം രൂപയുടെ ചെക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിജിലിന്റെ സഹോദരന് കൈമാറി. നിരവധി വേദികളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഗായകനാണ് നിജിൽ. സൈക്കിൾ വാങ്ങാൻ വെച്ച കാശ് ഉൾപ്പെടെ പൊട്ടിച്ച് ഹുണ്ടിക കളക്ഷൻ ഉൾപ്പെടെ നമുക്ക് തരുന്ന അനുഭവങ്ങളുണ്ടായി. പൊതുവിൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലയിലെ 16 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 50 ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു. ഇതിനോടകം തന്നെ നിജിലിന്റെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. നിജിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തുടർന്നും സഹായങ്ങൾ ആവശ്യമാണ്. ന്യൂസ് 18 പാലക്കാട്. നിജിൽ ചികിത്സാ സഹായ നിധി SBI അക്കൗണ്ടിലേക്ക് പരമാവധി ആളുകൾ അതിൽ ഇനിയും കൈകോർക്കുക. അത് ഗുണകരമാകും. നമുക്കും എല്ലാവർക്കും ചേരാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആ ഉദ്യമത്തിനൊപ്പം. ഇടുക്കി മാങ്കുളത്തെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് റോഡിന്റെ നിർമ്മാണം ഇക്കൊല്ലം പൂർത്തിയായിട്ടില്ല. മഴക്കാലം എത്തിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രതിസന്ധിയിലാണ്. 2018 കാലവർഷത്തിലാണ് ഇടുക്കി മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൽകുത്ത് 6 മൈൽ 50 മൈൽ റോഡ് തകർന്നത്. 2019 പ്രകൃതിക്ഷോഭത്തിൽ റോഡ് പൂർണ്ണമായി തകർന്നു. റോഡ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് സർക്കാർ തുക അനുവദിക്കുകയും നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റൽ വിരിക്കുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ 2 വർഷം മുമ്പ് ആരംഭിച്ച റോഡ് നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായില്ല. 6 മൈൽ 50 മൈൽ റോഡ് വർഷങ്ങളായി പണി തുടങ്ങിയെങ്കിലും ഇതുവരെയായിട്ടും ജനത്തിന് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികാരികളുടെ അടുത്തും രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തും ഞങ്ങൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി നിരന്തരമായ പരാതികൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും ചെയ്തു. എങ്കിൽ പോലും ഇനി ഈ വലിയ മഴക്കാലമാകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ ടാർ ചെയ്തില്ലെങ്കിൽ ഈ റോഡ് പഴയതിനേക്കാളും ഭയങ്കര ശോചനാവസ്ഥയിലായി പോകുന്ന അവസ്ഥയാണ്. ഒന്നുമില്ലാത്രയും കാശ് മുടക്കി വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വലിയ മഴ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ടാറിങ് ചെയ്ത് ജനത്തിന് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടി ആക്കി തരാൻ ആവശ്യപ്പെടുന്നു. ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലത്ത് നിർമ്മിച്ച ഭാഗം കൂടി തകരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കരാറുകാരന്റെ അനാസ്ഥ കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാകാത്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡ് കുത്തിപ്പൊളിഞ്ഞ് കുറേ പോയി. അതിനുശേഷം ബാക്കിയുള്ള റോഡ് കുത്തിപ്പൊളിച്ച് 2 വർഷമായി പണി തുടങ്ങിയിട്ട്. ഇതുവരെയായിരുന്നു ടാറിങ്ങാണ് നടക്കുന്നത്. കരിങ്കുകൾ പണി കഴിഞ്ഞ് നടക്കുക. വേറെ എപ്പോൾ ചോദിച്ചാലും ഇപ്പം തീരുമെന്നാണ് പറയുന്നത്. ആദിവാസി മേഖലയായ മാങ്കുളത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പമ്പയാറ്റിലെ ഓളപ്പരപ്പിൽ ആവേശത്തിരയിളക്കിയ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ആലപ്പുഴ ടൗൺ ബോൾ ക്ലബിന്റെ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജേതാക്കളായി. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനവും ചമ്പക്കുളം ചുണ്ടൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ഓരോ മത്സരങ്ങളും. 3 ഹീറ്റ്സുകളിലായാണ് 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചത്. അവസാന ഫൈനൽ മത്സരത്തിലേക്ക് കടന്നപ്പോൾ 1ാം ട്രാക്കിൽ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് വലിയ ദിവാൻജിയായിരുന്നു. 2ാം ട്രാക്കിൽ നടുഭാഗം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടനും 3ാം ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടനുമായിരുന്നു. ഓരോ വള്ളങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള വള്ളംകളിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഓരോ വള്ളങ്ങൾക്കും അത്രയും ചരിത്രമുണ്ടായിരുന്നു. എന്തായാലും 1ാം സ്ഥാനത്തിലേക്ക് രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കിയത് ആയാപ്പറമ്പ് വലിയ ദിവാൻജിയാണ്. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളത്തിനായിരുന്നു ഇത്തവണത്തെ രാജപ്രമുഖൻ ട്രോഫി. എന്തായാലും ആ വള്ളത്തിന്റെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പമുണ്ട്. ആശംസകൾ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? വളരെ മനോഹരമായിരുന്നു. നമ്മൾ രാവിലത്തെ ആ പ്രകൃതിയൊക്കെ നമുക്ക് എതിരായി പോകുന്ന പോലെ ചിന്തിച്ചിട്ടും കണ്ടില്ല. പ്രകൃതി പോലും മാറി നിന്നു. വളരെ സന്തോഷമായിട്ട്, അതായത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് വളരെ മനോഹരമായിട്ട് വള്ളംകളി സമയത്ത് അവസാനിപ്പിക്കാൻ പറ്റി. വളരെ മനോഹരമായ മത്സരം. ആളുകളൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായില്ലേ? തർക്കങ്ങളല്ലേ വള്ളംകളിയിൽ ഉണ്ടാവും. പക്ഷെ അത് കുട്ടനാട്ടുകാർ അതെല്ലാം യോജിച്ചു പോകും. ഇതൊന്നും ഒരു പ്രശ്നമില്ല. നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത ആഴ്ച മുതൽ പ്രാക്ടീസ് തുടങ്ങുകയാണ്. കണ്ടില്ലേ ഞങ്ങളുടെ പിള്ളേർ പോകുന്നത്. ഈ ടീം തന്നെ വെച്ച് ഞങ്ങൾ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ഉത്സവം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അല്ലെ? പൊതുവെ നമ്മളിപ്പോ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടതിൽ നിന്നും നല്ല കാണികൾ ഉണ്ടായിരുന്നു. നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. രാവിലെ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നെങ്കിലും കാലാവസ്ഥ മാറി. ഉച്ചകഴിഞ്ഞ് നല്ല തെളിഞ്ഞ അന്തരീക്ഷം. വളരെ 2 കരകളിലും കണ്ടില്ലേ നിങ്ങൾ ആള് ആവേശവും. ചെറിയ തർക്കം ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും തുഴഞ്ഞു കയറി അല്ലെ? ആദ്യം അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ
നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട ആൾക്കാരാണ് നമ്മൾ കുട്ടനാട്ടുകാർ. മത്സരം ആ സമയത്തും വാശി ആ സമയത്തും ഇതൊന്നുമില്ല. ഞങ്ങൾ ഒന്നിച്ചു പോകും. അത്തരത്തിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ അത്ര തർക്കങ്ങളൊന്നുമില്ല. ആ മത്സരം കഴിഞ്ഞാൽ കപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ആവേശകരമായി ഓരോ കുട്ടനാട്ടുകാരനും നെഞ്ചിലേറ്റുന്നതാണ് വള്ളംകളി. ഇത്തവണത്തെ വള്ളംകളി സീസണ് ആവേശകരമായ തുടക്കമാണ്. ഇത്തവണ ചമ്പക്കുളം മൂലം പള്ളികളിൽ നിന്ന് രാജപ്രമുഖൻ ട്രോഫി ഉയർത്തിക്കൊണ്ട് ആയാപ്പറമ്പ് ചുണ്ടനും ആ ആവേശം ആലപ്പുഴയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇത്തരത്തിൽ ഇന്ന് വള്ളംകളി സീസണ് തുടക്കമാകുന്നു. അത് ആവേശകരമായ ഒരു തുടക്കം തന്നെയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചമ്പക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചമ്പക്കുളം മൂലം വള്ളങ്ങളിലൂടെ ഇങ്ങനെ വള്ളംകളിയുടെ സീസണിന് തുടക്കമാവുകയാണ്. ആയാപ്പറമ്പിന്റെ ട്രോഫി നേട്ടം എന്താണ്? കൺഗ്രാറ്റുലേഷൻസ്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കുന്ന ഒരു യുവതിയെക്കുറിച്ചുള്ള വാർത്തയാണ് ഇനി. കണ്ണൂർ ആലക്കോട് സ്വദേശിനിയാണ് ഭർത്താവിന്റെ നിരന്തര പീഡനത്തിനെതിരെ പരാതിയുമായി എത്തുന്നത്. വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചുവെങ്കിലും വീണ്ടും ആക്രമണവുമായി ഇയാൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് യുവതിയുടെ വീട്ടിലെത്തി ഭർത്താവ് മഹേഷ് അതിക്രമം നടത്തിയത്. വാടക വീടിന്റെ ജനാല ചില്ലുകൾ കല്ലെടുത്ത് തകർക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. ഇവരുടെ വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണ്. നിരവധി തവണ സമാന രീതിയിൽ ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ആലക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും യുവതി പറയുന്നു. ഞാനിവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടുകൂടി ജനലിന് ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിയായിരുന്നു പുറത്ത് നിൽക്കുന്നത്. അന്നേരം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വാതിൽ. അകത്തേക്ക് വാതിൽ തള്ളി കയറാൻ അവർ തുറക്കാൻ പറഞ്ഞ് കുറേ തെറി വിളിച്ചു. തന്നെ തുറക്കടി തന്നെ കൊല്ലുകയുള്ളൂ, കത്തിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്ത് പറഞ്ഞില്ല. അന്നേരം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അരമണിക്കൂറിന് ശേഷം പോലീസുകാർ വന്നു. അവർ വന്നപ്പോൾ അവർ വന്ന് വിളിച്ചപ്പോൾ പുറത്തിറങ്ങി വന്നു. അന്നേരം പിന്നെ അടുത്ത വരവ് 10-10:45 അവർ വന്ന് കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് മഹേഷ് എവിടെയാന്ന് നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അവർ പിന്നെ വന്നില്ല. പോകാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ മഹേഷ് പിന്നെ ഒരു 10:45 വീണ്ടും വന്നു വധവര് ഭയങ്കരമായിട്ട് ഇവിടെ തെറി വിളിക്കൊക്കെ. ഞാൻ അന്നേരത്തിന് അടുത്ത വീട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോയായിരുന്നു. മുൻപ് ഇവരുടെ തയ്യൽക്കട മഹേഷ് തീവച്ച് നശിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ വെച്ച് വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനും കോടതി ഉത്തരവിടുകയുണ്ടായി. എന്നാൽ ഇതും പാലിക്കപ്പെട്ടില്ലെന്ന് യുവതി പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ശശി ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ശശി. ഗുരു പറയുന്നു നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും പരമാവധി എന്നല്ല, ഉറപ്പായും നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് നൽകുക. അതിലൊരു പക്ഷം പിടിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല. അപ്പോൾ തോമസ്, അസീസ്, രാധ അജിത്ത്, രവി നിർമാലയം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചന്ദ്രൻ ബേ മാപ്ര മഴയൊന്ന് പെയ്യാൻ അനുവദിക്കാൻ. ചന്ദ്രൻ ബേ ഞങ്ങൾ മഴയൊന്നും പിടിച്ചു നിർത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ മഴ മുന്നറിയിപ്പുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. മഴ മുന്നറിയിപ്പുണ്ടെന്ന് പറഞ്ഞാലല്ലേ കുടയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഴയെപ്പറ്റിയൊന്നും പറയുന്നത് മുന്നറിയിപ്പായി മാത്രം കണ്ടാൽ മതി. അപ്പോൾ മോർണിംഗ് വൈബ്സ് തിരികെ എത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ദുരന്തമുഖത്ത് നിന്നും ഒരമ്മയെയും മകനെയും സാഹസികമായി രക്ഷപ്പെടുത്തി ഒരു നാടിൻ്റെ വീരനായകനാവുകയാണ് മുബാറക്ക്. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങിത്താണ ഉമ്മയ്ക്കും മകനുമാണ് പാലക്കാട് കൂട്ടക്കടവ് സ്വദേശി പുളിക്കൽ മുബാറക്ക് രക്ഷകനായി മാറിയത്. കുടല്ലൂർ ജാറത്തിന് സമീപം താമസിക്കുന്ന അമ്മയും 7 വയസ്സുള്ള മകനും പുഴ കാണാനെത്തിയപ്പോഴായിരുന്നു അപകടവും മുബാറക്കിന്റെ അവസരോചിതമായ ഇടപെടലും. കൂട്ടക്കടവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന റെഗുലേറ്ററിന് താഴെ കളിക്കുന്നതിനിടെ കുട്ടി കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച അമ്മയും നീന്തൽ വശമില്ലാത്തതിനാൽ മുങ്ങിത്താഴ്ന്നു. കുടുംബസമേതം പുഴ കാണാനെത്തിയ മുബാറക് ഇത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടി. ആദ്യം കുട്ടിയെയും പിന്നെ അമ്മയെയും സാഹസികമായി കരക്കെത്തിച്ചു. ഞങ്ങൾ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ സാധാരണ വൈകുന്നേരങ്ങളിൽ പുഴയിലേക്ക് വരാറുള്ളതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പെരുന്നാളല്ല, അപ്പം കുറേ ഫാമിലികളൊക്കെ ഇവിടെ ഒരുപാട് ഫാമിലികളുണ്ട്. ഞങ്ങൾ ഇതേമാതിരി അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ടത്.
ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കെന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുട്ടി പതുക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു. അപ്പോൾ കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ കുത്തി ചാടി. ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല. ഉമ്മ ഇവിടുന്ന് മുങ്ങിപ്പൊന്തുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ വേഗം പോയി അവരെ രണ്ടുപേരും രക്ഷിക്കാനുണ്ടായിരുന്നു. വലിയൊരു ദുരന്തമുഖത്ത് നിന്നും ഇരുവരെയും ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച മുബാറക് ഇപ്പോൾ ഒരു നാടിന്റെ വീരനായകനാണ്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി നെടുങ്കണ്ടത്ത് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ച് കടത്താൻ ശ്രമം. നെടുങ്കണ്ടം പുഷ്പകണ്ഠം സെന്റ് മേരീസ് പള്ളിയുടെ മണിയാണ് നാടോടി സ്ത്രീകൾ മോഷ്ടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മോഷണം പതിവാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ദേവാലയത്തിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മണി സമീപത്ത് കിടന്നിരുന്ന ഡെസ്കിൽ കയറി നാടോടി സ്ത്രീകൾ അഴിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ഇത് തുണിയിൽ പൊതിഞ്ഞ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞു നിർത്തുകയും നെടുങ്കണ്ടം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ഒരു 11 മണിയോടുകൂടി ഞങ്ങളുടെ പുഷ്പകണ്ഠം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ചുണ്ടായി. എന്തായാലും അവർ മണി മോഷ്ടിച്ച ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാർ ഇവരെ കാണുകയും സംശയാസ്പദമായ രീതിയിൽ അവരെ പിടികൂടുകയും ചെയ്തു. ആദ്യം അവർ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയും പിന്നെ അവിടെ സ്ത്രീകളൊക്കെ വന്ന് അവരുടെ പരിശോധന പരമായിട്ട് ഞങ്ങളുടെ മണി അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അവരെ നെടുങ്കണ്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് അവരെ തൊണ്ടിയോടുകൂടി സാധനം കണ്ടു പിടിച്ചു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഏതാനും നാളുകളായി മോഷണശല്യം രൂക്ഷമാണ്. ആക്രി സാധനങ്ങൾ പൊറുക്കുന്നതിന്റെ മറവിൽ നാടോടികൾ മോഷണം നടത്തുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. വീട്ടുമുറ്റത്ത് സ്വന്തമായി വിമാന മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് പത്തനംതിട്ട കോന്നി കൂടൽ സ്വദേശി ബൈജു. 65,000 രൂപ ചെലവിട്ടാണ് വിമാന നിർമ്മാണം. സ്വദേശി ബൈജുമോന്റെ വീട്ടുമുറ്റത്തെ വിമാനം കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. യഥാർത്ഥ വിമാനം വീട്ടുമുറ്റത്ത് ലാൻഡ് ചെയ്തതുപോലെയാണ് നിർമ്മാണം. ഇരുമ്പ് പൈപ്പുകളും സ്റ്റീൽ ഷീറ്റുകളും ചേർത്ത് വെച്ച് നിർമ്മിച്ചിട്ടുള്ള വിമാനത്തിന് 65,000 രൂപയാണ് ചെലവായത്. ഇതിനു പുറമെ വിമാനം വീട്ടുമുറ്റത്ത് സ്ഥാപിക്കുന്നതിനായി കുറച്ചു തുക കൂടി മുടക്കേണ്ടി വന്നു. വിമാനം നിർമ്മിച്ചതിന്റെ പിന്നിൽ സങ്കടകരമായ ഒരു കഥ കൂടിയുണ്ട്. ഞങ്ങൾ യൂട്യൂബറെ കാണാൻ പോയി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ഓടേണ്ടി വന്നു. ആ യൂട്യൂബറെ കാണാൻ കഴിയാതെ. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പറഞ്ഞത് ഇതുപോലെ യൂട്യൂബറെ കാണാൻ കഴിയത്തില്ല, ബിസിയാണ്, ലൈവിലാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരാൻ മനസ്സില്ല. വീണ്ടും അവരുടെ വീട്ടിലേക്ക് ചെല്ലണം, ഒന്നുകൂടെ പോയി നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയുണ്ടായി. ആ നിർബന്ധം ഒരു കരച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ്. അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള കാരണം. ഇതിന് 65,000 രൂപയുടെ മെറ്റീരിയൽ മാത്രമായി. ഇത് വളച്ച് എടുക്കുകയൊക്കെ വേണമല്ലോ. അതിനുവേണ്ടി ദൂരെ സ്ഥലത്ത് കൊണ്ടുപോയി വളച്ച് കൊണ്ടുവരികയും അതേപോലെ ഇതിന് ഫ്രെയിം നല്ലപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ എടുക്കാനൊന്നും പറ്റത്തില്ല. 2-3 പ്രാവശ്യത്തെ ഷിഫ്റ്റിംഗ് തന്നെയായത്. ആ സമയങ്ങളിലൊന്നും ഒരു കേടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിം എല്ലാം ഉണ്ടാക്കിയത്. പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് സൈഡിലായിരുന്നു, ആ ഹൈവേയിൽ തന്നെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം പല ചാനലുകാരും പറഞ്ഞു ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം വീടിൻ്റെ അവിടെ, എന്നാലേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി മാത്രം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളുടെ സ്കൂളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, സെൽഫി എടുക്കുന്ന, റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി സെൽഫി എടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര്, എന്നെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇപ്പം വിളിക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒന്ന് മധുരപ്രതികാരം എന്ന് പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ. മക്കളായ ഗോഡ്സനും ഗോഡ്ലിയും ഭാര്യ സുമിയും ബൈജുവിന്റെ അധ്വാനത്തിന് സഹായമായി നിന്നു. 30 അടി നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വിമാനം കാണാൻ ഇപ്പോൾ ബൈജുവിന്റെ വീട്ടിൽ തിരക്കാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇന്ത്യ കാനഡ ബന്ധം വഷളാവുന്നു. കാനഡയുടെ ഖലിസ്ഥാൻ ഭീകര സ്നേഹത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിയാണ് അതിൻ്റെ ആധാരം എന്നാണ്. നമുക്ക് എൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക്, ആ റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ത്യ കാനഡ ബന്ധം വഷളാവുകയാണ്. ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദ താൽപ്പര്യങ്ങളെ കാനഡ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെ
അതിന് കാരണം. ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. കാനഡയിലെ പാർലമെൻറ്റ് ഒരു നിമിഷം മൗനം ആചരിച്ചു. ഖാലിസ്ഥാൻ തീവ്രവാദിയായ ഹർദീപ് സിംഗ് നിജാറിൻ്റെ 1ാം ചരമവാർഷികം എന്ന നിലയിലാണ് ഒരു നിമിഷം മൗനം ആചരിച്ചത്. ഹർദീപ് സിംഗ് നിജാർ ഒരു തീവ്രവാദിയാണ്, ഒരു ഭീകരവാദിയാണ്. രാജ്യം അന്ന് പുറത്തുവിട്ട 40 ഭീകരന്മാരുടെ പട്ടികയിൽ ഒരാളാണ് ഹർദീപ് സിംഗ് നിജാർ. കഴിഞ്ഞ വർഷം ജൂൺ 18-ന് കാനഡയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്തുവച്ച് നിജാർ വെടിയേറ്റ് മരിച്ചിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിൽ നടന്ന ഈ സംഭവത്തിന് പിറകിൽ ഇന്ത്യൻ കൈകളുണ്ട് എന്ന ആരോപണം കാനഡ അന്ന് ഉയർത്തിയിരുന്നു. ഇന്ത്യൻ ഏജൻറ്റുകളാണ് നിജാറിനെ വധിച്ചത് എന്നാണ് കാനഡയുടെ ആരോപണം. എന്നാൽ ഇത് സത്യമല്ല എന്നും ഇത് വാസ്തവവിരുദ്ധമാണെന്ന നിലപാട് അന്ന് തന്നെ രാജ്യം വ്യക്തമാക്കിയിരുന്നു. അനാവശ്യമായി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നിലപാടാണ് കാനഡ അന്ന് സ്വീകരിച്ചത്. അതിനുശേഷം ഒരു വർഷം തികയുമ്പോൾ ഒരു ഭീകരന് വേണ്ടി ഒരു നിമിഷം പാർലമെൻറ്റ് മൗനം ആചരിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് കൂടി കാനഡ തരം താണിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായൊരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ജൂൺ 23-ന് കാനഡയിലെ സ്റ്റാൻലി പാർക്കിൽ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റാണ് അതിന് നേതൃത്വം നൽകുന്നത്. എയർ ഇന്ത്യ വിമാനം 182 ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരു അനുസ്മരണ ദിനം എന്ന നിലയിലാണ് ഈ പരിപാടി നടത്തുന്നത്. 1985 ജൂൺ 23-നാണ് എയർ ഇന്ത്യ വിമാനം ആക്രമിക്കപ്പെട്ടത്. കാനഡയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും സർവീസ് നടത്തുന്ന വിമാനമാണ് ആക്രമിക്കപ്പെട്ടത്. അന്ന് അതിൽ 329 യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 86 പേർ കുട്ടികളായിരുന്നു എന്നുകൂടി ഓർക്കണം. ഇന്ത്യ നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും അതുപോലെ ഖാലിസ്ഥാൻ വാദത്തെ അടിച്ചമർത്താൻ വേണ്ട നടപടികൾക്കുമൊക്കെ പ്രതികാരം എന്ന നിലയിലാണ് സിഖ് ഭീകരവാദികൾ അന്ന് ആ വിമാനം ബോംബ് വെച്ച് തകർത്തത്. അത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവം ഒരിക്കൽ കൂടി ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റ് ഈ അനുസ്മരണ ചടങ്ങ് വിളിച്ചു ചേർക്കുമ്പോൾ ഇന്ത്യൻ വംശജരായ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൽ സ്ഫോടനമുണ്ടാവുകയും അതിൽ മരിച്ച ആളുകളുടെ ഓർമ്മയ്ക്കായാണ് 36 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പരിപാടി രാജ്യം സംഘടിപ്പിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ഒരു ശക്തി പ്രകടനമാക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നിജാറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്ന വാദം കാനഡ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് അന്ന് വലിയ അടുപ്പമൊന്നും പ്രധാനമന്ത്രി കാണിക്കാത്തത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. മറ്റ് ലോക നേതാക്കളെല്ലാം വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പ്രധാനമന്ത്രി അന്ന് G20 ഉച്ചകോടിക്ക് സ്വീകരിച്ചത്. എന്നാൽ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ആ പ്രതികരണം ഉണ്ടായില്ല. ഒരു തണുത്ത പ്രതികരണമാണ് ഉണ്ടായത് എന്ന് അന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രവുമല്ല, കാനഡ ഖാലിസ്ഥാൻ വിഘടനവാദികളെ അനുകൂലിക്കുന്നു എന്ന കാര്യത്തിൽ ശക്തമായ വിയോജിപ്പും രാജ്യം അന്ന് രേഖപ്പെടുത്തിയിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയോട് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞു എന്ന് വാർത്താമാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് പിന്നീട് ട്രൂഡോ തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന വാർത്തകൾ അനുദിനം പുറത്തു വരുന്നതിനിടയിലാണ് G7 ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷവും വീണ്ടും ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദ നിലപാടുകളെ പിന്താങ്ങുന്നു ട്രൂഡോ എന്നാണ് വ്യക്തമാകുന്നത്. ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിഖ് അനുകൂല സംഘടനകളുടെ പിന്തുണ വലിയ അത്യാവശ്യമാണ്. കാരണം അവരുടെ ഒരു വോട്ട് ബാങ്കാണ് ട്രൂഡോ ലക്ഷ്യം വയ്ക്കുന്നത്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പിന്താങ്ങാൻ ട്രൂഡോയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും അത് അങ്ങനെ കണ്ട് അനുവദിച്ചു കൊടുക്കണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ. ശക്തമായ നിലയിൽ തന്നെ ഖാലിസ്ഥാൻ വിഘടനവാദത്തെ നേരിടാൻ രാജ്യം ആലോചിക്കുന്നു. അതിൻ്റെ തുടർ നടപടികൾ അടുത്ത ദിവസം വ്യക്തമാകും. ഒരു കാരണവശാലും ഈ ഖാലിസ്ഥാൻ വിഘടന താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തെയും അംഗീകരിക്കേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ.
ഈ ടെസ്ല മോട്ടോഴ്സ് CEO എലോൺ മസ്കിനെ പറ്റി അറിയാത്തൊരാരും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരു നേതാവെന്നോ അല്ലെങ്കിൽ സാങ്കേതികവിദ്യാ വിദഗ്ധനെന്നോ സംരംഭകനെന്നോ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിന് നൽകാം. ഇപ്പോൾ വാർത്തകളിൽ അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറയുന്നത് ഈ EVM ചൊല്ലിയുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇലോൺ മസ്കിനെ പറ്റി കണ്ട ശേഷം മടങ്ങിയത്. ഇതുവരെ നാം പറഞ്ഞതൊക്കെ വെറും ട്രെയിലർ ആയിരുന്നുവെങ്കിൽ ഇലോൺ മസ്കാണ് ശരിക്കും ഫുൾ മൂവി. ഒരു നേതാവെന്നോ സാങ്കേതിക വിദ്യാ വിദഗ്ധനെന്നോ സംരംഭകനെന്നോ ശതകോടീശ്വരനെന്നോ വിരളി പിടിച്ച ഒരു മനുഷ്യനെന്നോ എന്ത് വിശേഷണവും മസ്കിന് ചേരും. ആകാശഗോളങ്ങളെ കീഴടക്കുന്നത് സ്വപ്നം കാണുന്ന അസാധാരണ പ്രതിഭയായിരിക്കുമ്പോഴും മുന്നിൽ കാണുന്ന സുന്ദരികളോട് ലൈംഗിക ബന്ധത്തിനായി യാചിക്കാനും മടിയില്ലാത്തൊരു വിടൻ കൂടിയാണ് മസ്ക്. മനുഷ്യൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളോടും ചപലതകളോടും കൂടി ജീവിക്കുകയും അവ പ്രകടിപ്പിക്കുകയും അത് പ്രാപ്യമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന മസ്ക് ഇന്ന് വാർത്തകളിൽ നിറയുന്നത് ഇന്ത്യൻ ഭരണകൂടവുമായുള്ള EVM ചൊല്ലിയുള്ള തർക്കത്തിലൂടെയാണ്. അല്ലെങ്കിൽ തന്നെ വാർത്തകളിൽ നിറയാൻ വിഷയദാരിദ്ര്യമില്ലാത്തവനാണ് ഈ ഇലോൺ മസ്ക്. ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിന് ആനുപാതികമായി മസ്ക് വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ലോകത്തിൻ്റെ നേതാക്കളെ മുഴുവൻ ഒരു ഭാഗത്ത് നിർത്തിയാൽ മറുഭാഗത്ത് മസ്ക് മാത്രം മതി. അതെങ്ങനെ എന്നറിയണമെങ്കിൽ ആദ്യം പ്രപഞ്ച നിഗൂഢതകൾ തേടി കുതിക്കുന്ന മസ്കിൻ്റെ ജീവിതം അറിയണം. ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലാണ് ഇലോൺ മസ്ക് ജനിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ വംശജനായിരുന്നു പിതാവ് ഇറോൾ മസ്ക്. മാതാവ് മേയ മസ്ക് ആകട്ടെ പ്രമുഖ ഡയറ്റീഷ്യനും മോഡലുമായ കനേഡിയൻ വംശജയും. പിതാവ് എഞ്ചിനീയർ ആയിരുന്നെങ്കിലും തൻ്റെ ബാല്യകാലം അദ്ദേഹം നരകതുല്യമാക്കി എന്നാണ് ഇലോൺ മസ്ക് പറയാറുള്ളത്. മറ്റുള്ളവരുടെ ജീവിതം നരകതുല്യമാക്കുന്നതിൽ വിദഗ്ധനാണ് സ്വന്തം പിതാവെന്ന് ഇലോൺ മസ്ക് നിർവചിച്ചിട്ടുണ്ട്. കൊച്ചു മസ്കിൻ്റെ കുട്ടിക്കാലം ഏകാന്തതയുടേതായിരുന്നു. പൊതുവെ അന്തർമുഖനായ മസ്കിനെ മറ്റു കുട്ടികൾ കളിക്കാൻ കൂട്ടിയിരുന്നില്ല. എന്നു മാത്രമല്ല അവരുടെ കളിയാക്കലുകളിലെ പ്രധാന ലക്ഷ്യബിന്ദുവും ഇലോൺ മസ്ക് ആയിരുന്നു. അന്തർമുഖനായി മാറിയ കൊച്ചു മസ്ക് വീഡിയോ ഗെയിമുകളുമായും കമ്പ്യൂട്ടറുകളുമായും ചെങ്ങാത്തം സ്ഥാപിച്ചു. സാങ്കേതിക വിദ്യയെ കൈപ്പിടിയിൽ ഒതുക്കി പ്രപഞ്ച സത്യങ്ങൾ തേടി കുതിക്കാനുള്ള പ്രതിഭയെ കാലം ഒരുക്കി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിർബന്ധിത സൈനിക സേവനമുണ്ട്. ആളുകളോട് മിണ്ടാൻ പോലും ഭയമായ ഇലോൺ മസ്കിന് അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്. അങ്ങനെ കൊച്ചു മസ്ക് അമ്മയുടെ നാടായ കാനഡയിലേക്ക് ചേക്കേറി. ഇന്ന് നാം അറിയുന്ന മസ്കിലേക്കുള്ള യാത്രയായിരുന്നു അത്. 1995 മസ്ക് ഒരു കൊച്ചു ബിസിനസ് ആരംഭിച്ചു. സഹോദരനുമായി ചേർന്നാണ് പത്രങ്ങൾക്ക് ഓൺലൈൻ സിറ്റി ഗൈഡ് സോഫ്റ്റ്വെയർ നൽകുന്ന കമ്പനി തുടങ്ങിയത്. 1999 മസ്ക് തൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിക്ക് തുടക്കമിട്ടു. പേര് കേട്ട് ഞെട്ടരുത് കേട്ടോ. എക്സ്കോം എന്നായിരുന്നു മസ്കിൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് കമ്പനിയുടെ പേര്. ഒരു വർഷത്തിന് ശേഷം ഇത് പീറ്റർ തീൽ സ്ഥാപിച്ച സാമ്പത്തിക സ്റ്റാർട്ടപ്പ് കോൺഫിനിറ്റിയുമായി ലയിക്കുകയും പേപ്പാൽ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് പേപ്പാലിൻ്റെ CEO ആയി മസ്കിനെ തിരഞ്ഞെടുത്തു. പക്ഷേ അത് അധികനാൾ നീണ്ടുനിന്നില്ല. ബ്രാൻഡിങ്ങിലും മൈക്രോ മാനേജിങ്ങിലും നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം 2000 പേപ്പാലിൽ നിന്ന് മസ്കിനെ പുറത്താക്കി. പേപ്പാലിൽ നിന്നുള്ള പുറത്താക്കൽ മസ്കിന് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്തത്. 2002 സ്പേസ് എക്സ് എന്നൊരു കമ്പനിക്ക് മസ്ക് തുടക്കമിട്ടു. ഭൂമിയിൽ നിന്ന് ആളുകളെ ബഹിരാകാശത്തെത്തിക്കാനും അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലെത്തിക്കാനും കഴിയുന്ന ബഹിരാകാശ ടാക്സികളെക്കുറിച്ച് ആരും ചിന്തിക്കാത്ത കാലത്താണ് മസ്ക് ഇതിനായി സ്പേസ് എക്സ് പോലൊരു കമ്പനി സ്ഥാപിക്കുന്നത്. ആകാശത്തിൻ്റെ അതിരുകൾക്കും അപ്പുറമാണ് തൻ്റെ ലക്ഷ്യങ്ങളെന്ന് മസ്കിന് അന്നേ നല്ല ബോധ്യമുണ്ടായിരുന്നു. 2004 മസ്ക് ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ല ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ആദ്യത്തെ ഓൾ ഇലക്ട്രിക് കാറായ റോഡ്സ്റ്റർ വികസിപ്പിക്കുന്നതിലേക്ക് തൻ്റെ ശ്രദ്ധ ചെലുത്തി. ഇതിനിടയിൽ സോളാർ സിറ്റി എന്ന ഒരു കമ്പനിക്ക് കൂടി മസ്ക് രൂപം നൽകുകയുണ്ടായി. ഊർജ്ജ സംരക്ഷണമായിരുന്നു സോളാർ സിറ്റിയുടെ ലക്ഷ്യം. വളരെ സത്യസന്ധമായും അതിലേറെ ആത്മാർത്ഥതയോടെയും അതിലുപരി അല്പം സന്തോഷത്തോടെയും പറയട്ടെ, മസ്കിൻ്റെ 3 സംരംഭങ്ങളും വലിയ ലാഭത്തിലായിരുന്നില്ല. ഒരുത്തൻ പൊട്ടിയെന്ന് കേൾക്കുമ്പോഴുള്ള ആ കർണാനന്ദങ്ങളുണ്ടല്ലോ, സ്വന്തം കാര്യത്തിലാണെങ്കിലും മസ്കും അത് നന്നായി ആസ്വദിച്ചു. തൻ്റെ കുറേ പണം പോയെങ്കിലും ഒന്നും അവസാനിപ്പിക്കാൻ മസ്ക് ഒരുക്കമായിരുന്നില്ല. പണം കടം വാങ്ങിയും തൻ്റെ കമ്പനികളെ അദ്ദേഹം നിലനിർത്തി. 2008 ഡിസംബറോടെ നാസയുമായി $1.5 ബില്യൺ കരാർ സ്പേസ് എക്സ് നേടി. നാസയ്ക്കായി ബഹിരാകാശത്തേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു സ്പേസ് എക്സിൻ്റെ ദൗത്യം. നാസയുടെ കരാർ ലഭിച്ചതോടെ മസ്കിൻ്റെ ശുക്രനുദിച്ചു എന്ന് പറയാം. മസ്കിനെ വിശ്വസിച്ച് കൂടുതൽ വിദേശ നിക്ഷേപകർ മുന്നോട്ട് വന്നു. 2010 ടെസ്ല $226 മില്യൺ സമാഹരിച്ചു. 2012 മെയ് 22 ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച് സ്പേസ് എക്സ് ചരിത്രവും സൃഷ്ടിച്ചു. പിന്നീടങ്ങോട്ട് മസ്കിന് വെച്ചടി കയറ്റമായിരുന്നു. ഇതിനിടെ മറുവശത്ത് മസ്കിൻ്റെ കുടുംബജീവിതവും സംഭവബഹുലമായി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു.
3 ഭാര്യമാരാണ് മസ്കിനുണ്ടായിരുന്നത്. കാനഡക്കാരി ജസ്റ്റിൻ വിൽസനാണ് മസ്കിൻ്റെ ആദ്യ ഭാര്യ. കാനഡയിലെ ഒൻറ്റാറിയോയിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്താണ് മസ്ക് നോവലിസ്റ്റായ ജസ്റ്റിൻ വിൽസനെ പരിചയപ്പെടുന്നത്. 2000 ഇരുവരും വിവാഹിതരായി. ജനിച്ച് 10 ആഴ്ചയ്ക്കുള്ളിൽ ദമ്പതികളുടെ ആദ്യ കുട്ടി മരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം വാടക ഗർഭധാരണത്തിലൂടെ ഇവർക്ക് 2004 ഇരട്ട കുട്ടികളും തുടർന്ന് 2006 3 കുട്ടികളും ജനിച്ചു. കുട്ടികളുടെ കാര്യത്തിൽ സമ്പന്നനായിരുന്നുവെങ്കിലും അധികനാൾ ഈ ദാമ്പത്യം നീണ്ടുനിന്നില്ല. ഇവർ 2008 വിവാഹമോചനം നേടി. പക്ഷേ കുട്ടികളുടെ സംരക്ഷണം ഇരുവരും ഏറ്റെടുത്തു. എന്നാൽ മസ്കുമായി തീർത്തും പൊരുത്തപ്പെടാനാകാത്ത ഒരു മകൻ തൻ്റെ ജെൻഡർ മാറുന്നതിനും പേരിൽ നിന്ന് മസ്കിൻ്റെ സർനെയിം മാറ്റുന്നതിനുമായി കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു. അമ്മയുടെ സർനെയിമാണ് അവൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരേ സ്ത്രീയെ തന്നെ 2 തവണ വിവാഹം കഴിക്കുകയും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്ത അനുഭവവും മസ്കിനുണ്ട്. 2008 മസ്ക് ഇംഗ്ലീഷ് നടി താലുല റിലേയുമായി ഡേറ്റിംഗ് ആരംഭിച്ചത്. 2 വർഷത്തിന് ശേഷം സ്കോട്ട്ലൻഡിലെ ഡോർനോച്ച് കത്തീഡ്രലിൽ വെച്ച് അവർ വിവാഹിതരായി. പക്ഷേ 2012 ദമ്പതികൾ വിവാഹമോചനം നേടി. അടുത്ത വർഷം വീണ്ടും വിവാഹം കഴിച്ചു. 2016 വീണ്ടും വിവാഹമോചനവും നേടി. മസ്ക് ഉടൻ തന്നെ അടുത്ത ബന്ധത്തിലേക്ക് കടന്നു. നടി ആംബർ ഹെർഡുമായായിരുന്നു പ്രണയം. പക്ഷേ അതും അധികനാൾ മുന്നോട്ട് പോയില്ല. അതും ബ്രേക്കപ്പായി. 2018 മസ്കും കനേഡിയൻ സംഗീതജ്ഞ ഗ്രീംസും തങ്ങൾ ഡേറ്റിംഗിലാണെന്ന് വെളിപ്പെടുത്തി. 2020 മെയ് മാസത്തിൽ ഗ്രീംസ് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. കുട്ടിക്ക് XASH-A12 എന്ന് മസ്ക് നാമകരണം ചെയ്യുകയും ചെയ്തു. X ഒരു ആദ്യ നാമമായും AE-A12 ഒരു മധ്യനാമമായും മസ്ക് എന്നത് കുടുംബപ്പേരായും നൽകി. പക്ഷേ ഇവൻ്റെ ചുരുക്കപ്പേര് X എന്നായിരുന്നു. ഈ പേരിൻ്റെ പേരിൽ കുറേ നിയമ പോരാട്ടങ്ങളും നടന്നിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇല്ലാത്ത ചില വാക്കുകളായിരുന്നു അവൻ്റെ പേരിൽ ആദ്യം മസ്ക് നൽകിയത് എന്നതായിരുന്നു നിയമ പോരാട്ടത്തിന് ആധാരമായത്. 2021 ഡിസംബറിൽ ഗ്രിംസിനും മസ്കിനും 2ാമത്തെ കുട്ടി വാടക ഗർഭധാരണത്തിലൂടെ ജനിച്ചു. അവളുടെ പേരാണ് എക്സ ഡാർക്ക് സൈഡറൽ മസ്ക് Y എന്നാണ് വിളിപ്പേര്. ഈ ബന്ധം പൊളിഞ്ഞുവെന്ന് 2021 സെപ്റ്റംബറിൽ വാർത്തകൾ വന്നിരുന്നു. താനും ഗ്രിംസും പകുതി വേർപിരിഞ്ഞു. എന്നാൽ ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നും നല്ല ബന്ധത്തിലാണെന്നും മസ്ക് ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ 2022 മാർച്ചിൽ താനും മസ്കും വേർപിരിഞ്ഞതായി ഗ്രിംസ് പറഞ്ഞു. എക്സിനോട് മാത്രമല്ല സെക്സിനോടും മസ്കിന് അതിയായ ഭ്രമമായിരുന്നു. തനിക്ക് ബോധിക്കുന്നവരോട് അതിനി തൻ്റെ ജോലിക്കാരിയായിരുന്നാൽ പോലും മസ്ക് സെക്സിനായി യാചിക്കുമായിരുന്നു അത്രേ. അതിനായി അയാൾ എന്തും ഓഫർ ചെയ്യുകയും ചെയ്യും. കോടികൾ വിലമതിക്കുന്ന പന്തയക്കുതിരയെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞൊക്കെയാണ് മസ്ക് തൻ്റെ ഒരു സഹപ്രവർത്തകയുമായി ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചത്. തൻ്റെ അടുത്ത സുഹൃത്തും പാപ്പരായപ്പോൾ സഹായിച്ചതുമായ വ്യക്തിയുടെ ഭാര്യയെ കാമുകിയാക്കാൻ പോലും മടിയില്ലാത്ത ആളാണ് മസ്ക് എന്നും വിമർശനമുണ്ട്. 2016 വിമാനത്തിൽ വെച്ച് ഇലോൺ മസ്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഇക്കാര്യം പുറത്തറിയിക്കാതിരിക്കാൻ 2018 സ്പേസ് എക്സ് $2,50,000 ഏതാണ്ട് 2 കോടി ഇന്ത്യൻ രൂപ നൽകിയെന്നും 2022 മെയ്യിൽ ഒരു എയർ ഹോസ്റ്റസ് വെളിപ്പെടുത്തിയിരുന്നു. ഗൂഗിളിൻ്റെ സ്ഥാപകരിൽ ഒരാളായ സെർജി ബിന്നിൻ്റെ ഭാര്യയും നിയമജ്ഞയുമായ നിക്കോള ഷനഹൻ മസ്കിൻ്റെ ലൈംഗിക പങ്കാളിയാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മസ്കിൻ്റെ കീശ പ്രധാനമായും ചോരുന്നത് കാമുകന്മാർക്ക് പണം കൊടുത്തും പീഡന ആരോപണം ഒതുക്കി തീർക്കാനുമാണെന്നുമാണ് വാർത്തകൾ. മസ്കിന് തൻ്റെ കമ്പനിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയിൽ ഇരട്ടക്കുട്ടികൾ പിറന്നതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് കമ്പനിയായ ന്യൂറോലിങ്കിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായ ഷിവോൺ സിലിസ് എന്ന 36-കാരിയിലാണ് മസ്കിന് ഇരട്ടക്കുട്ടികൾ ജനിച്ചത്. കുട്ടികളുടെ പേരിനൊപ്പം പിതാവിൻ്റെ പേര് കൂടി ചേർക്കാൻ മസ്കും സിലിസും ഒരുമിച്ച് അപേക്ഷ നൽകിയിരുന്നു. ഇതോടെ ഇലോൺ മസ്കിന് രേഖകൾ പ്രകാരം 9 മക്കളായി. തൻ്റെ പ്രസ്താവനകളിലൂടെയും മസ്ക് പല വിവാദങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. യുക്രൈനെതിരെ ആക്രമണം ആരംഭിച്ചതോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വെല്ലുവിളിച്ച മസ്കിനെയും ലോകം കണ്ടു. മല്ലയുദ്ധത്തിനാണ് പുടിനെ മസ്ക് ക്ഷണിച്ചത്. ഇപ്പോഴിതാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താനാകുമെന്ന നിലപാടോടെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കിടയിലും മസ്ക് ചർച്ചകളിൽ നിറയുകയാണ്. മസ്കിൻ്റെ പരാമർശത്തെ അനുകൂലിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ മസ്കിനെതിരെ നിശ്ചിത വിമർശനമാണ് BJP നേതാക്കൾ ഉയർത്തിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മസ്കിന് ഒരു സ്വകാര്യ ദുഃഖമുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വന്തം പിതാവ് തന്നെയാണ്. ഇലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന ചോദ്യത്തിന് ദ സൺ പത്രം നൽകുന്ന മറുപടി സ്വന്തം പിതാവ് എന്നാണ്. 2017 തൻ്റെ പിതാവിനാൽ അദ്ദേഹത്തിൻ്റെ വളർത്തുമകൾ ഗർഭിണിയായതറിഞ്ഞ് ഇലോൺ ഏറെ വിഷമിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിതാവ് ഇറോളുമായി മസ്ക് ഒരു തരത്തിലുള്ള ബന്ധവും നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം കുടുംബ സംഘർഷങ്ങളും ലൈംഗികാസക്തികളും അപവാദങ്ങളും എല്ലാം നേരിടുമ്പോഴും തൻ്റെ തൊഴിലിനെ ഇതൊന്നും ബാധിക്കാതെ മസ്ക് പ്രത്യേകം ശ്രദ്ധിച്ചു. ട്വിറ്ററിനെ വാങ്ങി എക്സ് എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോഴും എക്സിനോടുള്ള ഇഷ്ടം മസ്ക് വിട്ടിരുന്നില്ല. ന്യൂറോ ലിങ്ക് കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞ് ചിന്ത കൊണ്ട് കമ്പ്യൂട്ടർ മൗസും കീബോർഡും നിയന്ത്രിക്കാൻ ഇതിലൂടെ മനുഷ്യരെ പ്രാപ്തരാക്കുകയാണ് മസ്ക്.
കടം വാങ്ങി തുടങ്ങിയ ഒരു കമ്പനിയിൽ നിന്ന് പടിപടിയായിട്ടാണ് മസ്കിന്റെ വളർച്ച. ഫോബ്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം മസ്കിന്റെ ആസ്തി $210 ബില്യൺ ആണ്. അതിലും എത്രയോ വലുതാണ് അദ്ദേഹത്തിന്റെ ന്യൂറോലിങ്കും സ്പേസ് എക്സും ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ. ടിബറ്റിലെ ജനതയുടെയും ദലൈലാമയുടെയും ഭാവി എന്നും അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോൾ ചൈനയും ടിബറ്റും വീണ്ടും ചർച്ചാ വിഷയമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. US കോൺഗ്രസ് പ്രതിനിധി സംഘം ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ചൈന കടുത്ത മറുപടി നൽകിയ സാഹചര്യമാണ് അതിൻ്റെ ആധാരം. ചൈനയുടെ അധിനിവേശം, ഇന്ത്യയിലേക്കുള്ള പലായനം തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി സംഭവബഹുലമായിരുന്നു ദലൈലാമയുടെയും ടിബറ്റുകാരുടെയും ജീവിതം. ഇപ്പോഴിതാ ചൈനയും ടിബറ്റും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. മുൻ US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ മൈക്കിൾ മക്കോളിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘം ടിബറ്റൻ പ്രവാസി സർക്കാരിന്റെയും ദലൈലാമയുടെയും ആസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ എത്തി ദലൈലാമയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് US കോൺഗ്രസ് പ്രതിനിധി സംഘം ഈ സന്ദർശനം നടത്തിയത്. ചൈനയുടെ വിമർശനങ്ങൾക്കും എതിർപ്പിനും കനത്ത മറുപടിയാണ് സന്ദർശന ശേഷം പെലോസി നൽകിയത്. ഷി ജിൻപിങ്ങിനെ ആരും ബഹുമാനിക്കില്ലെന്നും എന്നാൽ ദലൈലാമയുടെ അറിവും സ്നേഹവും എന്നും അനശ്വരമായി നിലകൊള്ളുമെന്നും നാൻസി പെലോസി പറയുന്നു. ദലൈലാമ തന്റെ അറിവും വിശുദ്ധിയും അതിരില്ലാത്ത സ്നേഹവും കൊണ്ട് കാലത്തെ അതിജീവിക്കും. കൂടാതെ ദലൈലാമയുടെ ടിബറ്റിന് അമേരിക്കയുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്നും പെലോസി കൂട്ടിച്ചേർത്തു. ദലൈലാമയുടെ അനന്തരാവകാശിയെ നിശ്ചയിക്കുന്നതിൽ ചൈനയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് പ്രതിനിധി സംഘം പറയുന്നുണ്ട്. 1959 ചൈന വിട്ടു വന്നപ്പോൾ മുതൽ ദലൈലാമയ്ക്കും ടിബറ്റുകാർക്കും അഭയം നൽകുന്നത് ഇന്ത്യയാണ്. ടിബറ്റുകാരുടെ അവകാശങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഈ നിർണായക സന്ദർശനമെന്ന് US പറയുന്നു. ടിബറ്റ് തർക്കത്തിന് പരിഹാരം കാണാൻ ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള റിസോൾവ് ടിബറ്റ് ആക്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രതിനിധി സംഘത്തിന്റെ ഈ സന്ദർശനം. കഴിഞ്ഞ ആഴ്ച ബില്ലിന് US കോൺഗ്രസ് അനുമതി നൽകിയിരുന്നു. അതേസമയം നീക്കങ്ങളെ എതിർത്ത് ബെയ്ജിംഗും രംഗത്ത് വന്നിട്ടുണ്ട്. ടിബറ്റ് ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും പുറമേ നിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും ചൈന പറയുന്നു. തൊട്ടുപിന്നാലെ ചൈനയുടെ ഈ എതിർപ്പിനെ ടിബറ്റൻ പ്രവാസ സർക്കാർ സുരക്ഷാ മന്ത്രി ഡോൾമ ഗ്യാരി തള്ളി. സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും സമാധാനവും നീതിയും ആഗ്രഹിക്കുന്ന ജനതയും ടിബറ്റിനൊപ്പം നിലകൊള്ളുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടിബറ്റൻ ജനതയ്ക്കുള്ള US പിന്തുണ ശക്തമായ സന്ദേശമാണെന്നും ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയായി ഇതിനെ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ടിബറ്റിന്റെയും പിൻഗാമിയില്ലാത്ത ദലൈലാമയുടെയും ഭാവി ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഇനി മറ്റൊരു സ്പോർട്സ് വാർത്തയിലേക്ക് പോയാൽ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിന് വീണ്ടും ഹാട്രിക്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് കമ്മിൻസ് ഈ ഹാട്രിക് നേട്ടം സ്വന്തമാക്കിയത്. 17-ാം ഓവറിലെ അവസാന പന്തിൽ അഫ്ഗാൻ നായകൻ റാഷിദ് ഖാനെയും 19-ാം ഓവറിലെ ആദ്യ 2 പന്തുകളിൽ കരീം ജന്നത്ത്, ഗുൽബദീൻ നെയ്ബ് എന്നിവരെയും കമ്മിൻസ് പുറത്താക്കി. അങ്ങനെയാണ് ഹാട്രിക് നേട്ടത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയും കമ്മിൻസ് ഹാട്രിക് സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നല്ലൊരു ദിവസം ആശംസിക്കും, നല്ലൊരു അവധി ദിവസം, നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ്. 9 മണിക്ക് വാർത്താരംഭം ആരംഭിക്കും. വിശദമായ വാർത്തകൾ കാണാൻ ഇപ്പോൾ ന്യൂസ് 18-നൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും തുടരുക. നമസ്കാരം.